സർ, 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ഇന്നത്തെ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു. സർ, എനിക്ക് മുമ്പ് സംസാരിച്ചവർ UDFലെ ഒരംഗം പറഞ്ഞത് KSRTCയിലെ ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യം അവിടെ പറയുന്നത് കേട്ടു. സർ, KSRTC ജീവനക്കാരെ, കർഷകരെ, അതുപോലെ തന്നെ വായ്പ ചോദിച്ചത് ലഭിക്കാതെ വന്ന വിദ്യാർത്ഥിനികളെ ഒക്കെ തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് UDFൻ്റെ കാലമാണ് എന്ന് നിങ്ങൾ ഓർക്കുന്ന നല്ലതായിരിക്കും. രജനീയ സ്ഥാനത്തിനെ പോലെയുള്ള വിദ്യാർത്ഥിനികളടക്കം ബാങ്കിൽ നിന്ന് വായ്പ കിട്ടാത്തതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ വീഴ്ചയുടെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കാലമുണ്ട്. KSRTC ജീവനക്കാർ ആത്മഹത്യ ചെയ്ത കാലം കേരളത്തിലുണ്ടായിരുന്നു. UDF ഗവൺമെൻറ് കാലത്തായിരുന്നുവെന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് സർ. അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ ജിഷ കൊലപാതകം, ഹരിപ്പാട്ട് പട്ടാപ്പകൽ ഒരു വീട്ടമ്മയുടെ കൊലപാതകം അടക്കം നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് ഒരു തുമ്പ് കണ്ടെത്താൻ പോലും കഴിയാതെ, പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയാതിരുന്ന ഒരു കാലമായിരുന്നു ഒരു കാലത്ത് UDF ഭരിച്ചിരുന്ന കേരളത്തിൽ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കേരളത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ലോകത്തെമ്പാടുമുള്ള പ്രശ്നങ്ങളുടെ റിഫ്ലക്ഷൻ നമ്മുടെ നാട്ടിലുമുണ്ട്. ഇപ്പം മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഡിപ്രഷൻ്റെയും പ്രശ്നങ്ങളുടെയും ആശങ്കകളുടെയും ഒക്കെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ലോകത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മുടെയും പ്രയാസങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്ത് കൃത്യമായിട്ട് അതിനെങ്ങനെ മരുന്ന് കൊടുത്ത് മാറ്റണമെന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഇതെല്ലാം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോരായ്മയാണ് എന്ന്, ഈ സമൂഹത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ് പോരായ്മയാണെന്ന് പറയുകയും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആ രീതി UDFകാർക്കൊട്ടും ചേർന്നതല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കൊട്ടും ചേർന്നതല്ല എന്നും സന്ദർഭവശാൽ പറയുകയാണ് സർ. ഇവിടെ ലഹരിയെക്കുറിച്ച് നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്യുന്ന കാലമാണ്. ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിൽ പൂർണ്ണതയിലേക്ക് കാണാൻ ഈ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സർ ഞങ്ങൾ. ഇവിടെ ആരോഗ്യമേഖലയടക്കം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പകർച്ചവ്യാധി പ്രതിരോധം നടത്തുമ്പോൾ കൊതുകിനെ ഉറവിടം നശിപ്പിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു സജഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ലഹരിയുടെ ഉറവിടം കണ്ടെത്തി കൃത്യമായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അടുത്തൊരു തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ലഹരി ഉപയോഗിപ്പിക്കുന്നതിന് നിർബന്ധിക്കുന്ന ആ ഒരു വലിയ ഉറവിടം കണ്ടെത്തി അത് ഉന്മൂലനാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് ഇവിടെ സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ് സർ. ഒട്ടേറെ ഏറ്റവും ശ്രദ്ധേയമായ വകുപ്പുകളുടെ ചർച്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതായത് ജനങ്ങളുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഓരോ വകുപ്പുകളുടെയുമാണ്. അതിൽ വൈദ്യസഹായമുണ്ട്, പൊതുജനാരോഗ്യമുണ്ട്, കുടുംബക്ഷേമമുണ്ട്. കേരളത്തിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ വൈദ്യസഹായ രംഗത്ത്, ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒക്കെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് കേവലമായ ഒരു വാക്ക് പറയുന്നതിന് വേണ്ടിയല്ല, നമുക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പരിശോധിച്ചാൽ തന്നെ കൃത്യമായി അനുഭവവേദ്യമാകുന്നതാണ്. നമ്മൾ മുന്നിൽ തന്നെയാണ്. അതുപോലെ തന്നെ വൈദ്യുത പദ്ധതികൾ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്ന് അതൊന്നുമില്ല. അത് അപ്പുറത്തിരിക്കുന്നവർ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ കാലത്ത് നിന്നാണ് ഇന്ന് ഏകദേശം നമുക്ക് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗതാഗത മേഖല വലിയ പ്രയാസമായിരുന്നു. കേരളത്തിലെ ഗതാഗത മേഖല, പ്രത്യേകിച്ച് KSRTC അനുഭവിച്ചിരുന്ന ദുരിതം വളരെ വലുതായിരുന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് KSRTCയെ നമ്മൾക്ക് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് സർ. KSRTCയിൽ നേരത്തെ എനിക്ക് മുമ്പ് വൈക്കം MLA ആശ പറഞ്ഞതുപോലെ KSRTCയുടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ എന്ന കോൺസെപ്റ്റൊക്കെ ശരിക്കും പ്രൈവറ്റ് മേഖലയിലായിരുന്നു. അത് KSRTC എന്നത് ഏറ്റെടുത്തുകൊണ്ട് KSRTC എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്നുള്ള ചില സൂചനകളാണ്. മനോഹരമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇലക്ട്രിക് വാഹന ഉപയോഗങ്ങളെക്കുറിച്ചുള്ള പ്രചരണം കൂടുതലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സർക്കാരിൻ്റെ ഗതാഗത മേഖലയിലെ നികുതി സമാഹരണത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ പോലെയല്ല. അതിൽ വലിയ വിസ്മയകരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഈ കാലഘട്ടത്തിൻ്റെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നൂതന വാഹന നികുതി സമാഹരണ സംവിധാനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ജനങ്ങൾക്ക് എളുപ്പത്തിൽ നികുതി അടയ്ക്കാവുന്ന രീതിയിലേക്ക് ഈ സംവിധാനത്തിൽ മാറ്റുന്നതിന് മന്ത്രിയുടെയും ആ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. ഈ വകുപ്പിനെ അടിമുടി നവീകരിക്കാനായിട്ട്, അതായത് പുതിയ ബസ്, അതിൻ്റെ മോഡൽ ഒക്കെ നവീകരിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ടൂർ മേഖലയിൽ, ടൂർ പാക്കേജിൽ KSRTC കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സാർ. ഇവിടെ ധാരാളം ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കായംകുളം പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. വന്ദേ ഭാരത് ട്രെയിൻ പോലും സ്റ്റോപ്പ് ഞങ്ങൾക്ക് പക്ഷേ തന്നിട്ടില്ല. അവിടെ നിന്ന് ദീർഘദൂര യാത്രയ്ക്കായിട്ടുള്ളൊരു ബാംഗ്ലൂർ സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു ഇടപെടൽ നടത്തി തരണമെന്ന് പറയണം. ഒപ്പം വഴക്കം ചെന്നാൽ എനിക്ക് എന്നും തലവേദനയായിരുന്ന കായംകുളത്തെ KSRTC ബസ് സ്റ്റേഷൻ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനായി
അങ്ങ് നടത്തിയിട്ടുള്ള ആ ഒരു സഹായത്തിന്, ഇടപെടലിന് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നന്ദി പറയാൻ കൂടി അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ സാർ, നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ ഏകദേശം 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശമുള്ള മത്സ്യബന്ധന മേഖലയിൽ പ്രക്ഷുബ്ധമായിരുന്നു സാർ ഒരു കാലത്ത് കേരളത്തിലെ മത്സ്യബന്ധന മേഖല. എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ആ പ്രക്ഷുബ്ധമായ അവസ്ഥയെ മാറ്റിയെടുത്തുകൊണ്ട് വളരെ ശാന്തമായ രൂപത്തിലേക്ക് നമ്മുടെ തീരദേശ മേഖലയെ കൊണ്ടുവരാൻ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് സാർ. ഭവന നവീകരണത്തിനായിട്ട് 10 കോടി രൂപ ഈ ബജറ്റിൽ അനുവദിച്ചതായിട്ട് കണ്ടു സാർ. പക്ഷേ അവിടെ സുനാമി കാലത്ത്, പ്രത്യേകിച്ച് എൻ്റെയും അതുപോലെ അമ്പലപ്പുഴ അംഗം ഹരിപ്പാട് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ മണ്ഡലത്തിൽ സുനാമി കാലത്ത് വെച്ച് ധാരാളം വീടുകളുണ്ട് സാർ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഒരു നിർദ്ദേശം പറയാനുള്ള, അവിടെ ആ സുനാമി കാലത്ത് വെച്ച വീടുകൾ കൂടി വാസയോഗ്യമാക്കുന്നതിന് വേണ്ടിയും പുനർനിർമ്മിക്കുന്നതിനുമുള്ള ഫണ്ട് അഡീഷണലായിട്ട് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. അതുപോലെ ഫിഷറീസ് റോഡുകൾ ധാരാളമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു സാർ. ഭംഗിയായി തന്നെ ഫിഷറീസ് റോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ കൂടി കുറേ കൂടി ഫണ്ട് കൃത്യമായിട്ട് തന്നാൽ കൂടുതൽ ഫിഷറീസ് റോഡുകൾ ചെയ്യാൻ കഴിയും. അവിടെ എന്തായാലും ഏറ്റവും കാര്യക്ഷമമായ ഇടപെടലാണ് ആ മേഖലയിൽ നടക്കുന്നതെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സാർ. ഒപ്പം സാർ, ഇവിടെ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം സാർ, ഈ ഫെബ്രുവരി 4 തീയതി മുതൽ മാർച്ച് 8 വരെ കേരളത്തിൽ ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടന്നു സാർ. 12 ലക്ഷം സ്ത്രീകളാണ് സാർ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആ പരിപാടിയിൽ സ്തനാർബുദ പരിശോധനയും ഗർഭാശയകള പരിശോധനയ്ക്കും വിധേയമായത് സാർ. ക്യാൻസർ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു രോഗമായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അത് ഭയം വേണ്ട, കൃത്യമായി പരിശോധനയിലൂടെ, സ്ക്രീനിങ്ങിലൂടെ, തുടർ ചികിത്സയിലൂടെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശമാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതിന് ആരോഗ്യ വകുപ്പിലെ മുഴുവൻ ജീവനക്കാരെയും തീർച്ചയായിട്ടും ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടി തന്നെ ഇവിടെ അഭിനന്ദിക്കുകയാണ് സാർ. സാർ, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പണ്ട് ഒരു ആശുപത്രിയിലേക്ക് ചെന്നാൽ ഒരു ചുമന്ന മരുന്നോ അല്ലെങ്കിൽ പഞ്ഞിയുടെ ഒരു പ്രത്യേക മണവും ഒക്കെയുള്ള എന്തോ ഒരു മരുന്ന്, ഒരു നീല മരുന്നും പച്ചമരുന്നും ചുമല മരുന്നും ഒക്കെ തരുന്നിരുന്ന ആരോഗ്യ മേഖല ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഹൈടെക്കായി നമ്മുടെ ആശുപത്രികൾ. അപ്പോൾ നമുക്കറിയാം, ആർദ്രത്തിലൂടെ, കുടുംബാരോഗ്യ കേന്ദ്രത്തിലൂടെയൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടു. അപ്പം അത് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ നേട്ടങ്ങൾ ഇവിടെ പറയേണ്ടില്ല, കാരണം നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഒരു പഞ്ചായത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്കറിയാൻ കഴിയും സാർ. എന്നാൽ എനിക്ക് തോന്നുന്നു 1-2 സജഷൻസ് നമുക്ക് ഇനി വേണ്ടത്. ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ ഗതാഗത വകുപ്പും മത്സ്യബന്ധന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി തുടർ ചെയ്യേണ്ടത് നമ്മളാണ്. ജനങ്ങളുടെ ഒരു വലിയ ഇടപെടലിലൂടെ ഇതെല്ലാം സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല രൂപത്തിലുള്ള കെട്ടിടങ്ങൾ വന്നാൽ, അവിടെ ഒരു മാറാല വന്നാൽ അത് നമ്മളുടെ കൂടി കടമയാണ് അത് മാറ്റുക എന്നുള്ള തരത്തിലേക്ക് ഒരു പൊതുസമൂഹത്തിൻ്റെ ചിന്ത തീർച്ചയായിട്ടും വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ സബ് സെൻറ്റേഴ്സ്, ധാരാളം സബ് സെൻറ്റേഴ്സും ഉണ്ട് ഇപ്പം നമ്മുടെ പഞ്ചായത്തുകളിൽ. അപ്പോൾ ആ സബ് സെൻറ്റേഴ്സിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് കോവിഡാനന്തര കാലത്ത് ഡിപ്രഷൻ, സൈക്കോളജിക്കൽ ഇഷ്യൂസ്, സൈക്കാട്രിക് ഇഷ്യൂസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ സബ് സെൻറ്റേഴ്സിൽ നമുക്ക് മാസത്തിൽ ഒരു ദിവസം മിടുക്കരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെയോ ഒക്കെ സേവനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ചെയ്യാൻ പറ്റുമോ? ഒപ്പം നമ്മുടെ പഞ്ചായത്തുകൾ തന്നെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ മാസത്തിൽ ഒരിക്കൽ ഡോക്ടറുടെ സേവനം സബ് സെൻറ്റേഴ്സുകളിലേക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇടപെടാൻ കഴിയുമോ എന്നൊരു സജഷൻ കൂടിയുണ്ട്. അപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയോടാണ് ഒരു സജഷൻ, അങ്ങക്ക് ഇടപെടാൻ കഴിയുവാണെങ്കിൽ ഗ്രാമവണ്ടി എന്ന ആശയം അത്യാവശ്യം പൈസയുള്ള പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കിയിരുന്നു. എന്നാൽ ഡീസൽ ചാർജ് കൂടുതലാണ്. ചെറിയ റോഡുകളിലൂടേക്ക് പോകാനായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ തന്നു കഴിഞ്ഞാൽ ഗ്രാമവണ്ടി സംവിധാനം കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പഞ്ചായത്തുകൾക്ക് കഴിയും. അത്തരത്തിലൊരു ഇടപെടൽ അങ്ങ് നടത്തി തരുമോ എന്നൊരു അനുഭാവപൂർണ്ണമായ സമീപനം ഉണ്ടാവണം എന്ന അഭ്യർത്ഥന കൂടി വെക്കുകയാണ് സാർ. ആരോഗ്യമേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞാണ്, ആരോഗ്യമേഖലയെ പറ്റി പറയുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ മാറ്റങ്ങൾ നടക്കുകയാണ് സാർ. അതിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായിട്ട് തോന്നിയത് പാലിയേറ്റീവ് ഗ്രിഡ് പ്രവർത്തനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കും. ബഹുമാനോട് മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ക്യാൻസർ ഗ്രിഡ് പ്രവർത്തനങ്ങൾ വ്യാപകമാക്കി താഴെത്തട്ട് മുതൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അവരെ എത്രത്തോളം വേദനയില്ലാതെ കൃത്യമായി ചികിത്സിച്ച് അതൊക്കെ ഭേദമാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന പ്രവർത്തനം. പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് കേരളം അങ്ങേയറ്റം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് സാർ. ഒരു ഭരണം എങ്ങനെയാകണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സാർ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്. കൃത്യമായി വികസനക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവോത്ഥാന സ്മരണകൾ പുതിയ തലമുറയ്ക്ക് നൽകിക്കൊണ്ട് ഇന്ന് വ്യത്യസ്തമായ ഒരു മാതൃക സൃഷ്ടിക്കാനായിട്ട് ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് സാർ. അതുകൊണ്ട് തന്നെ ജാതി, മത, വർണ്ണ, വർഗ ചിന്തകൾക്ക് അതീതമായി ധൈര്യപൂർവ്വം മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. ചില അസ്വാരസ്യങ്ങളുടെ കാര്യമാണ് സാർ നിർത്തുകയാണ് സാർ. ഇത് പറയുമ്പോഴും ചില അസ്വാരസ്യങ്ങൾ ഇവർ പറയുന്നുണ്ട് സാർ. അത് ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് മൊത്തമുണ്ടായ സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് അത്തരം പ്രവണതകളെ ചെറുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ